വെൽക്കം ടു സി കെ മല്ലൂസ്. മൈ സ്ട്രേഞ്ച് ഹീറോ എന്ന ഡ്രാമയുടെ 19ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ ക്ലീനിങ്ങിനിടയിൽ ക്ലാസ് റൂമിലെ കിസ്സൊക്കെ കഴിഞ്ഞ് ബോക്സും സോജിയും കൂടി ഒരു സിനിമയ്ക്ക് പോകുന്നുണ്ട്. സിനിമ കഴിഞ്ഞിറങ്ങിയപ്പോൾ വേറെ എവിടെയെങ്കിലും പോകണമെന്ന് ആഗ്രഹമുണ്ടോ എന്ന് ബോക്സ് ചോദിക്കുന്നു. ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ് സോജിയും ബോക്സിനെയും കൊണ്ട് മുത്തശ്ശിയുടെ അടുത്തേക്ക് പോകുന്നു. അവനെ കണ്ടപ്പോൾ തന്നെ നീയല്ലേ ഞങ്ങളുടെ ഗേറ്റിന് പിങ്ക് കളർ അടിച്ചത്, നിനക്ക് വേറെ ഏതെങ്കിലും കളർ അടിച്ചാൽ പോരായിരുന്നു എന്ന് ചോദിച്ച് മുത്തശ്ശി അവനോട് ദേഷ്യപ്പെടുന്നുണ്ട്. അവന്റെ ജോലിയെക്കുറിച്ചും ബാധ്യതയെക്കുറിച്ചും ചോദിച്ചറിഞ്ഞ ശേഷം ഒരിക്കലും സോജിയോങ്ങിനെ തനിച്ചാക്കി പോകരുത് എന്ന് മുത്തശ്ശി അവനോട് പറയുന്നു. അവളെ തനിച്ചാക്കി എങ്ങും പോകില്ല എന്ന് അവൻ മുത്തശ്ശിക്ക് വാക്ക് നൽകുന്നു. മുത്തശ്ശി സന്തോഷത്തോടെ അവർക്ക് അനുഗ്രഹങ്ങൾ നൽകിയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വിവാഹിതരാകാൻ പറയുന്നു. അടുത്ത ദിവസം ഒരു ഫ്രീ പീരീഡ് മിസ്റ്റർ പാർക്ക് ബോക്സുവിന്റെ ക്ലാസ്സിലെത്തിയപ്പോൾ യങ്മിൻ സാറിന്റെ സഹായം കൊണ്ടാണ് ഞങ്ങൾക്ക് സമ്മാനം തിരികെ കിട്ടിയത്, അതിന് ഒരുപാട് നന്ദിയുണ്ട് എന്ന് അറിയിക്കുന്നു. മിസ്റ്റർ പാർക്ക് വലിയ ഗൗരവം നടിച്ച് നിങ്ങൾ പഠിക്കാനുള്ള സമയത്ത് വീഡിയോ പിടിക്കുന്നതും ബ്രോഡ്കാസ്റ്റിംഗ് റൂമിൽ അതിക്രമിച്ച് കടന്നതും ഒന്നും തീരെ ശരിയായില്ല എന്ന് പറഞ്ഞ് അവരെ വഴക്ക് പറഞ്ഞെങ്കിലും ഇതെന്റെ ഒഫീഷ്യൽ അഭിപ്രായമാണ് എന്ന് പറയുന്നു. അപ്പോൾ ഒഫീഷ്യൽ അല്ലാത്ത അഭിപ്രായം എന്താണെന്ന് സംഗു ചോദിച്ചപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് നിങ്ങളെല്ലാം നന്നായി തന്നെ ചെയ്തു എന്ന് പറഞ്ഞ് അവരെ അഭിനന്ദിക്കുന്നു. അന്ന് വൈകിട്ട് ബോക്സു ലീജിയോങ്ങിനും മിഞ്ചിക്കുമൊപ്പം ഓഫീസിലിരുന്ന് മിഞ്ചി കണ്ടെത്തിയ നടക്കാനിരിക്കുന്ന മത്സരങ്ങളുടെ വിജയികൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് പരിശോധിക്കുന്നു. ആ സർട്ടിഫിക്കറ്റെല്ലാം തന്നെ IB ക്ലാസ്സിലെ കുട്ടികൾക്കുള്ളതായിരുന്നു. ആ ക്ലാസ്സിലെ കുട്ടികളുടെ പേരൻസും സ്കൂൾ അധികൃതരും കൂടി അറിഞ്ഞുകൊണ്ടുള്ള കള്ളത്തരങ്ങളാണിതെല്ലാം എന്നൊക്കെ അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് പറയുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് മിസ്റ്റർ പാർക്ക് അവിടേക്ക് കയറി വരുന്നു. സാധാരണ അദ്ദേഹം വരുമ്പോൾ വർക്ക് ചെയ്യാറുള്ള ലീജിയോങ്ങിന്റെ 6th സെൻസ് ഇന്ന് ആവശ്യമുള്ളപ്പോൾ പ്രവർത്തിക്കാത്തതിന് ബോക്സു ലീജിയോങ്ങിനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. സർട്ടിഫിക്കറ്റുകളും പണം നൽകിയ സ്റ്റേറ്റ്മെൻറ്റും ഒക്കെ കണ്ട് മിസ്റ്റർ പാർക്ക് ആകെ ഷോക്കാകുന്നു. അദ്ദേഹം വളരെ ബുദ്ധിമുട്ടിയാണത് വിശ്വസിച്ചത്. ഇതിനെതിരെ പ്രവർത്തിക്കേണ്ടത് നിങ്ങളല്ല, എനിക്ക് നിങ്ങളുടെ മുഖത്ത് പോലും നോക്കാൻ നാണക്കേട് തോന്നുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം മറ്റൊന്നും പറയാതെ അവിടെ നിന്ന് പോകുന്നു. നേരെ സ്കൂളിലേക്കാണ് അദ്ദേഹം പോയത്. വിദ്യാഭ്യാസ വകുപ്പിന് സ്കൂളിലെ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു കുറ്റപത്രം സമർപ്പിക്കുന്നു. അടുത്ത ദിവസം രാവിലെ തന്നെ അന്വേഷണത്തിന് ഓഫീസർമാർ സ്കൂളിലെത്തുന്നു. യാതൊരു മുന്നറിയിപ്പുമില്ലാതെയുള്ള ആ വരവ് പ്രിൻസിപ്പലിനെയും വൈസ് പ്രിൻസിപ്പലിനെയും ഒക്കെ അമ്പരപ്പിക്കുന്നു. പരാതി കിട്ടിയതനുസരിച്ചാണ് അവർ വന്നിരിക്കുന്നതെന്നറിഞ്ഞ് വൈസ് പ്രിൻസിപ്പൽ സ്റ്റാഫ് റൂമിലെത്തി ആരാണ് ഇതിന് പുറകിലെന്ന് ദേഷ്യപ്പെട്ട് ചോദിക്കുന്നു. മിസ്റ്റർ പാർക്ക് എഴുന്നേറ്റ് ഞാനാണ് എന്ന് പറയുന്നത് കേട്ട് മറ്റു ടീച്ചർമാരെല്ലാം അമ്പരക്കുന്നു. പ്രിൻസിപ്പൽ കയ്യിലിരുന്ന പേപ്പർ അദ്ദേഹത്തിന്റെ മേശപ്പുറത്തേക്ക് എറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഈ മാസത്തെ ടീച്ചർ റിവ്യൂ സ്കോർ വെറും 1% മാത്രമാണ്. ഇതിനൊക്കെ സമയമുണ്ടെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന കുറച്ചുകൂടി ശ്രദ്ധിച്ചുകൂടെ, കുട്ടികൾ നിങ്ങൾക്ക് വളരെ മോശം മാർക്കാണ് നൽകിയിരിക്കുന്നത് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകുന്നു. മിസ്റ്റർ പാർക്ക് ആ പേപ്പർ എടുത്ത് നോക്കുന്നു. കുട്ടികൾ അദ്ദേഹം പഠിപ്പിക്കുന്ന ഒന്നും മനസ്സിലാകുന്നില്ല, റിട്ടയർമെന്റ് പ്രായം കുറച്ചുകൂടെ എന്നൊക്കെ പല മോശം അഭിപ്രായങ്ങളും അതിൽ എഴുതിയിരുന്നു. മിസ്റ്റർ പാർക്ക് വിദ്യാഭ്യാസ വകുപ്പിന് പരാതി നൽകിയ വിവരവും അദ്ദേഹത്തിന്റെ റിവ്യൂ സ്കോർ മോശമാണ് എന്നുള്ള വിവരമൊക്കെ സോജിയോങ് ബോക്സുവിനെ അറിയിക്കുന്നു. ഡിബേറ്റ് മത്സരത്തിൽ തങ്ങൾക്കെതിരെ മാർക്ക് കിട്ടതിന് പ്രതികാരമായി IB ക്ലാസ്സിലെ കുട്ടികൾ മനഃപൂർവ്വമാണ് അങ്ങനെ ഒരു റേറ്റിംഗ് നൽകിയത്. എല്ലാം കൂടിയാകുമ്പോൾ മിസ്റ്റർ പാർക്കിനെ പുറത്താക്കാൻ സാധ്യതയുണ്ട് എന്നവൾ പറഞ്ഞത് കേട്ട് ബോക്സു ആകെ അസ്വസ്ഥനാകുന്നു. അന്വേഷണത്തിന് വന്ന ഉദ്യോഗസ്ഥന്മാരെ ഏതെങ്കിലും വിധത്തിൽ അനുനയിപ്പിച്ച് തിരികെ പറഞ്ഞയക്കാനുള്ള ശ്രമത്തിലായിരുന്നു സേഹോയും പ്രിൻസിപ്പൽമാരും. പക്ഷേ അവർ പിന്മാറാൻ തയ്യാറാകാതെ നിൽക്കുമ്പോൾ സേഹോയുടെ അമ്മ അവിടേക്ക് കടന്നു വന്ന് ഞാൻ ഈ സ്കൂളിന്റെ ചെയർമാനാണെന്ന് സ്വയം പരിചയപ്പെടുത്തി പ്രധാനപ്പെട്ട ഒരാൾ ലൈനിലുണ്ട്, ഒന്ന് സംസാരിക്കാൻ പറഞ്ഞ് ഉദ്യോഗസ്ഥന്മാരിൽ ഒരാൾക്ക് ഫോൺ നൽകുന്നു. അമ്മ ചെയർമാനാണ് എന്ന് പരിചയപ്പെടുത്തിയത് കേട്ട് സേഹോ നെറ്റി ചൊളിക്കുന്നുണ്ട്. ഫോണിൽ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ആളറിയാതെ ഇങ്ങനെ പ്രശ്നമുണ്ടാക്കേണ്ടി വന്നതിൽ സോറി പറഞ്ഞ് ഉദ്യോഗസ്ഥർ എഴുന്നേറ്റ് പോകുന്നു. വണ്ടിയിൽ കയറുന്നതിന് മുമ്പ് മിസ്റ്റർ പാർക്ക് അവർക്കരികിലേക്ക് ഓടിയെത്തി നിങ്ങൾ തെളിവുകളൊന്നും ശേഖരിക്കാതെ മടങ്ങിപ്പോവുകയാണെന്ന് അന്വേഷിക്കുന്നു. ഇക്കാര്യത്തിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല, ഭാവിയിൽ ഞങ്ങളെ സമീപിച്ചാലും ഇതേ ഉത്തരം തന്നെയാണ് ഞങ്ങൾക്ക് തരാനുണ്ടായിരിക്കുക എന്ന് പറഞ്ഞ് അവർ പോകുന്നു. മിസ്റ്റർ പാർക്ക് ആകെ നിരാശനും നിസ്സഹായനുമായി നിന്നു പോകുന്നു. സേഹയുടെ അമ്മ അവന് വിദേശത്തേക്ക് പോകാനുള്ള ടിക്കറ്റ് അവരുടെ മുന്നിൽ വെച്ചിട്ട് എത്രയും പെട്ടെന്ന് നീ ഇവിടെ നിന്ന് പോയിക്കോ, നിന്നെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചത് എൻ്റെ മണ്ടത്തരമാണ് എന്ന് പറഞ്ഞ് അവനോട് ദേഷ്യപ്പെടുന്നു. പക്ഷേ ഇതിപ്പോൾ എൻ്റെ സ്കൂളാണെന്ന് അമ്മ മറന്നു എന്ന് ചോദിച്ചവൻ ചിരിച്ചുകൊണ്ട് അമ്മയ്ക്കിനി ഇത് തിരികെ വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ എനിക്ക് ചെയ്യാനുള്ളതെല്ലാം ചെയ്തു കഴിയുന്നവരെ കാത്തിരിക്കണം, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു മേടിക്കണം എന്നവൻ പറയുന്നു. ഇതുവരെ എൻ്റെ സഹായമില്ലാതെ നിനക്കൊന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല എന്ന കാര്യം നീ മറക്കണ്ട എന്ന് പറഞ്ഞ് അവൻ്റെ നെയിം ബോർഡ് തട്ടി താഴേക്കിട്ട് പൊട്ടിച്ചിട്ട് അവരവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അമ്മ തന്നെ പുച്ഛിച്ചിട്ട് പോയത് എന്തിനെ കുറിച്ചാണെന്ന് ഓർത്ത് സേഹോ ഒരു ഭ്രാന്തനെ പോലെ ചിരിക്കുന്നു. ആ സംഭവം അവൻ ഓർമ്മിക്കുന്നുണ്ട്. സ്കൂൾ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ഇലക്ഷൻ എടുത്ത സമയം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സേഹോ മത്സരിക്കുന്നുണ്ട്. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിനുള്ള ഒരു അപേക്ഷാ ഫോം അവൻ സോജിയോങ്ങിന് നൽകിയിട്ട് അവൾ അതിൽ മത്സരിക്കാൻ പറയുന്നു. താല്പര്യമില്ല എന്ന് സോജിയോങ് പറഞ്ഞപ്പോൾ ഞാൻ പ്രസിഡന്റായാലും എന്നെ എല്ലാ കാര്യത്തിലും വെറുതെ ഒന്ന് സപ്പോർട്ട് ചെയ്തു തന്നാൽ മാത്രം മതി, മാത്രമല്ല ഇത് നിന്റെ യൂണിവേഴ്സിറ്റിയിലുള്ള പ്രവേശനത്തിന് എക്സ്ട്രാ മാർക്ക് നൽകുകയും ചെയ്യും എന്നൊക്കെ പറഞ്ഞ് സേഹോ നിർബന്ധിച്ചപ്പോൾ സോജിയോങ് സമ്മതിക്കുന്നു. അവർ സംസാരിക്കുന്നത് കണ്ടുകൊണ്ട് അവിടേക്ക് വന്ന ബോക്സു കാര്യം പറഞ്ഞപ്പോൾ എനിക്കും പ്രസിഡന്റ് ആയാൽ കൊള്ളാമെന്നുണ്ട് എന്ന് പറയുന്നു. അവൻ പഠനത്തിൽ മോശമായതുകൊണ്ട് വിജയിക്കാൻ സാധ്യതയില്ലെന്നും മാർക്കുള്ളവരല്ലേ എപ്പോഴും പ്രസിഡന്റ് ആവാറുള്ളത് എന്നുമൊക്കെ സോജിയോങ് പറഞ്ഞെങ്കിലും ബോക്സു പിന്തിരിയുന്നില്ല. മത്സരത്തിന് മുമ്പ് വോട്ട് ചോദിച്ചുകൊണ്ടുള്ള അവൻ്റെ സ്പീച്ച് വളരെ ആത്മാർത്ഥമായ ഒന്നായിരുന്നു. അവന് പഠിക്കാനുള്ള കഴിവ് കുറവാണെങ്കിലും കൂട്ടുകാരോടുള്ള അവൻ്റെ ആത്മാർത്ഥതയും സ്നേഹവും അവൻ്റെ വാക്കുകളിൽ നിറഞ്ഞു നിന്നിരുന്നു. അതുകൊണ്ട് തന്നെ സ്പീച്ച് കഴിഞ്ഞപ്പോൾ കുട്ടികളെല്ലാം നിറഞ്ഞ കയ്യടികളോടെ അവനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. കുട്ടികളുടെ പ്രതികരണം കണ്ടപ്പോൾ താൻ തോൽക്കുമോ എന്ന ഭയം സേഹോയ്ക്ക് ഉണ്ടാകുന്നുണ്ട്. റിസൾട്ട് പറയാനായി മിസ്റ്റർ പാർക്ക് ക്ലാസ്സിലെത്തി പ്രസിഡന്റ് നമ്മുടെ ക്ലാസ്സിൽ നിന്നാണ് എന്ന് പറഞ്ഞപ്പോഴേ ബോക്സ് ചാടി എണീറ്റ് എല്ലാവർക്കും നന്ദി പറയുന്നു.
നീയല്ല സേഹോയാണ് പ്രസിഡന്റ് എന്ന് പറഞ്ഞ് അദ്ദേഹം അവനെ കളിയാക്കി ഇരിക്കാൻ പറഞ്ഞിട്ട് സേഹോയോടും വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട സോജിയോങ്ങിനോടും എഴുന്നേൽക്കാൻ പറഞ്ഞ് രണ്ടുപേരെയും അഭിനന്ദിക്കുന്നു. കുട്ടികളെല്ലാം കൈയടിച്ച് അഭിനന്ദനം അറിയിച്ചപ്പോൾ സോജിയോങ് തിരിഞ്ഞ് തന്നെ നോക്കുമെന്ന പ്രതീക്ഷയിൽ സേഹോ അവളെ നോക്കുന്നുണ്ട്. പക്ഷെ അവൾ സന്തോഷിക്കുന്നതിന് പകരം ബോക്സു തോറ്റത്തിൻ്റെ വിഷമത്തിൽ അവൻ നിന്നിടത്തേക്കാണ് നോക്കിയത്. ബോക്സുവിൻ്റെ മുഖത്ത് പക്ഷേ വിഷമമൊന്നും ഉണ്ടായിരുന്നില്ല. സോജിയോങ് തന്നെ നോക്കാത്തതിൽ സേഹോ നിരാശനാകുന്നുണ്ട്. അവനിന്ന് സ്കൂളിൽ നിന്ന് വീട്ടിലെത്തിയപ്പോൾ അഭിമാനത്തോടെ ഓടിച്ചെന്ന അമ്മയോട് ഞാൻ സ്കൂൾ പ്രസിഡൻ്റായി എന്ന് പറയുന്നു. പക്ഷേ അവനെ അഭിനന്ദിക്കുന്നതിന് പകരം കയ്യിലിരുന്ന ഗ്ലാസ് ഭിത്തിയിലേക്ക് എറിഞ്ഞുടച്ച് നിനക്കെന്തെങ്കിലും കാര്യം ശരിയായി ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ച് അവർ ദേഷ്യപ്പെടുന്നു. ഗ്ലാസ് കൊണ്ട് അവൻ്റെ മുഖത്തും ചെറിയ മുറിവുണ്ടാകുന്നു. അമ്മയുടെ പെരുമാറ്റത്തിൻ്റെ കാരണം മനസ്സിലാവാതെ നിന്ന സേഹോയോട് സ്കൂളിൽ ഏറ്റവും മോശം മാർക്ക് വാങ്ങുന്നവനോട് നീ തോറ്റു എന്ന് അവർ പറയുന്നു. അമ്മ റിസൾട്ട് മാറ്റിയതാണോ എന്നവൻ ചോദിച്ചപ്പോൾ പിന്നെ എൻ്റെ മകൻ എങ്ങനെ ഒരുത്തനോട് തോൽക്കുന്നത് ഞാൻ കണ്ടുകൊണ്ട് നിൽക്കണോ? ചേരിയിൽ താമസിക്കുന്ന ഒരു പെണ്ണ് നിന്നേക്കാൾ നന്നായി പഠിച്ച് മാർക്ക് വാങ്ങുന്നു. ഇനി ഇങ്ങനൊരുത്തൻ നിന്നെ തോൽപ്പിക്കുന്നത് കൂടി ഞാൻ കാണണോ? നീ എങ്ങനെ എൻ്റെ മകനായി? നീ എനിക്ക് അപമാനമാണ് എന്നവർ പറയുന്നു. അമ്മ ശരിക്കും എൻ്റെ അമ്മ തന്നെയാണോ? ഈ ലോകം മുഴുവൻ എന്നെ കുറ്റപ്പെടുത്തിയാലും എനിക്കൊപ്പം നിൽക്കേണ്ട ആളല്ലേ എൻ്റെ അമ്മ. അമ്മ എന്നെ ഇങ്ങനെ വെറുക്കാൻ തുടങ്ങിയാൽ വേറെ ആരാണ് എന്നെ ഇഷ്ടപ്പെടുന്നത്? എനിക്ക് പോലും എന്നോട് വെറുപ്പാണ് എന്നവൻ കരഞ്ഞുകൊണ്ട് പറയുന്നു. അതിനുശേഷം അവൻ ബോക്സുവിൻ്റെ വീടിന് മുന്നിലെത്തുന്നു. അകത്ത് ബോക്സു കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന രംഗം സേഹോയുടെ മനസ്സിൽ ഒന്നുകൂടി അസൂയ ഉണ്ടാക്കുന്നു. എനിക്കില്ലാത്തതൊക്കെ നിനക്ക് കിട്ടുന്നത് കാണുമ്പോൾ നീ ഈ ലോകത്തില്ലായിരുന്നെങ്കിൽ എന്ന് എനിക്ക് ആഗ്രഹം തോന്നിപ്പോവുകയാണ് എന്ന് സേഹോ ബോക്സുവിനോടെന്നാണ് അവിടുന്ന് പറയുന്നുണ്ട്. കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് ചാടിയ ശേഷം ആശുപത്രിയിൽ വെച്ച് അവൻ ബോധം വീണപ്പോൾ ബോക്സു എവിടെയെന്നാണ് അമ്മയോട് അവൻ ആദ്യം അന്വേഷിച്ചത്. ബോക്സു ആണോ നിന്നെ തള്ളിയിട്ടത് എന്നവർ ചോദിച്ചപ്പോൾ അതെ എന്നാണ് അവൻ പറഞ്ഞത്. അന്ന് തന്നെ മിസ്റ്റർ പാർക്ക് അവിടെ എത്തി അവൻ്റെ അമ്മയോട് ബോക്സു ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, മാഡം സേഹോയോടൊന്ന് സംസാരിക്കാമോ എന്ന് റിക്വസ്റ്റ് ചെയ്തെങ്കിലും എൻ്റെ മകൻ കള്ളം പറഞ്ഞതാണെന്നാണോ നിങ്ങൾ പറയുന്നത് എന്ന് അവർ ചോദിച്ചപ്പോൾ മിസ്റ്റർ പാർക്കിന് മറുപടി ഒന്നും പറയാൻ കഴിയുന്നില്ല. വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയായിരുന്ന സേഹോ വാതിലിന് പുറകിൽ നിന്ന് അവരുടെ സംഭാഷണം കേട്ടിരുന്നു. ഈ ഓർമ്മകൾ സേഹോയുടെ മനസ്സിലെ വൈരാഗ്യം ഒന്നുകൂടി ഇരട്ടിപ്പിച്ചതേയുള്ളൂ. അടുത്ത ദിവസം സ്കൂളിലെത്തിയ അവൻ വൈൽഡ് ഫ്ലവർ ക്ലാസ്സിലെ കുട്ടികളോട് അവരെ ട്രാൻസ്ഫർ ചെയ്യാൻ പോവുകയാണെന്ന വിവരം അറിയിക്കാനുള്ള ചുമതല പ്രിൻസിപ്പൽമാരെ ഏൽപ്പിക്കുന്നു. ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഇക്കാര്യം അവരോട് പറയുമെന്ന് ചോദിച്ച് പ്രിൻസിപ്പൽ എതിർത്തു നോക്കിയെങ്കിലും നിങ്ങൾക്കതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്താൻ ആവശ്യത്തിന് സമയം ഞാൻ തന്നു കഴിഞ്ഞു എന്നവൻ തീർത്തു പറയുന്നു. വൈസ് പ്രിൻസിപ്പലിനെ സമാധാനിപ്പിച്ച് അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോകുന്നു. അടുത്തതായി സേഹോ മിസ്റ്റർ പാർക്കിനെ കാണാനായി പോകുന്നുണ്ട്. പതിവില്ലാതെ രണ്ട് പ്രിൻസിപ്പൽമാരെയും കൂടി ക്ലാസ്സിൽ കണ്ടപ്പോൾ എന്താണ് കാര്യമെന്നറിയാൻ കുട്ടികൾ ആകാംക്ഷയോടെ നോക്കുന്നു. പ്രിൻസിപ്പൽ വളരെ മടിച്ചാണെങ്കിലും കുട്ടികളുടെ നല്ലതിന് വേണ്ടിയാണ് എന്ന് വരുത്തി തീർക്കുന്ന വിധത്തിൽ ട്രാൻസ്ഫറിൻ്റെ കാര്യം അവരെ അറിയിച്ചിട്ട് പുറത്തേക്ക് നടക്കുന്നു. ഞങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് സെങ്വു ചോദിച്ചപ്പോൾ അദ്ദേഹം തിരിഞ്ഞു നിൽക്കുന്നു. ഇവിടെ തന്നെ പഠിക്കാനാണ് എനിക്കും ആഗ്രഹമെന്ന് യങ്മിനും പറയുന്നു. നിനക്ക് സ്കൈ ക്ലാസ്സിലേക്ക് മാറാം എന്ന് യങ്മിനോട് അദ്ദേഹം മറുപടി പറഞ്ഞപ്പോൾ എനിക്ക് സ്കൈ ക്ലാസ്സിലല്ല വൈൽഡ് ഫ്ലവർ ക്ലാസ്സിൽ തന്നെ പഠിക്കാനാണ് ആഗ്രഹം എന്നവൻ മറുപടി നൽകുന്നു. എൻ്റെയും ആഗ്രഹം അതുതന്നെയാണ്. അപ്പോൾ ഞങ്ങൾക്ക് പോകാതിരിക്കാൻ കഴിയുമോ എന്ന് ബോക്സുൻ ചോദിക്കുന്നു. പ്രിൻസിപ്പൽ കുറച്ച് സമയം ഒന്ന് ആലോചിച്ചതിന് ശേഷം നിങ്ങളുടെ ട്രാൻസ്ഫറിൻ്റെ കാര്യം ഞങ്ങൾ ആൾറെഡി തീരുമാനിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ പേരൻസിനോട് ഇതിനെക്കുറിച്ച് സംസാരിച്ച ശേഷം ഞങ്ങൾ ഏതൊക്കെ സ്കൂളുകളുമായാണ് കരാറിലെത്തിയിരിക്കുന്നതെന്ന് നിങ്ങളെ അറിയിക്കുന്നതാണ്. അതിൽ നിന്ന് ഒരു സ്കൂൾ തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് അവിടേക്ക് മാറാവുന്നതാണ് എന്ന് തീർത്ത് പറഞ്ഞിട്ട് അദ്ദേഹം പുറത്തേക്ക് പോകുന്നു. കുട്ടികൾ പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട്. സേഹോ ഇത്ര വൃത്തികെട്ടവനായിരിക്കുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല എന്ന് ദേഷ്യത്തിൽ പറഞ്ഞ് ബോക്സു ക്ലാസ്സിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നു. സേഹോ അപ്പോഴേക്കും മിസ്റ്റർ പാർക്കിനെ കാണാനായി സ്റ്റാഫ് റൂമിലെത്തിയിരുന്നു. ഒട്ടും ബഹുമാനമില്ലാത്ത രീതിയിലാണ് അവൻ അദ്ദേഹത്തോട് സംസാരിച്ചത്. പരാതി നൽകിയതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഒരു ടീച്ചറിനുണ്ടായിരിക്കേണ്ട മൂല്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് അതനുസരിച്ചാണ് ഞാൻ പ്രവർത്തിക്കുന്നതെന്ന് മിസ്റ്റർ പാർക്ക് മറുപടി നൽകുന്നു. എൻ്റെ സ്കൂളിനെ ഇഷ്ടമില്ലാത്തവരും സ്കൂളിനെക്കുറിച്ച് പരാതിയുള്ളവരൊന്നും ഇവിടെ നിർബന്ധിച്ച് ജോലി ചെയ്യണമെന്നില്ല. താങ്കളുടെ മൂല്യങ്ങൾക്ക് യോജിക്കുന്ന വേറെ ഒരുപാട് സ്കൂളുകൾ കൊറിയയിൽ കാണും. അവിടെ എവിടെയെങ്കിലും പോയി ഇനി ജോലി ചെയ്താൽ മതി എന്ന് പറഞ്ഞ് സേഹോ ഒരു റെസിഗ്നേഷൻ ലെറ്റർ എടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ട് താങ്കൾക്ക് എഴുതാൻ ബുദ്ധിമുട്ടായിരിക്കുമെന്ന് എനിക്കറിയാം, അതുകൊണ്ട് രാജിക്കത്ത് ഞാൻ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്, ഇതിലൊന്ന് ഒപ്പിട്ടിട്ട് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോളാൻ സേഹോ അദ്ദേഹത്തോട് പറയുന്നു. താങ്കളുടെ പൂർവ്വ വിദ്യാർത്ഥി ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ മര്യാദയെങ്കിലും കാണിച്ചത്. സ്കൂൾ ചെയർമാൻ എന്ന നിലയിൽ ഞാൻ താങ്കളെ പിരിച്ചുവിടുകയാണ് എന്നവൻ പറയുന്നു. ശരിയായ വിദ്യാഭ്യാസ രീതി ഇതല്ല എന്ന് മിസ്റ്റർ പാർക്ക് പറഞ്ഞു തുടങ്ങിയെങ്കിലും താങ്കൾ പറയുന്നത് പോലെയുള്ള വിദ്യാഭ്യാസം ഇന്നത്തെ കാലത്ത് എങ്ങുമില്ല. താങ്കൾ ബോക്സുവിനൊരു നല്ല അധ്യാപകനായിരുന്നിരിക്കാം, പക്ഷേ എനിക്കൊരിക്കലും അങ്ങനെയല്ല. താങ്കളുടെ വിദ്യാഭ്യാസ രീതി പരാജയമാണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഞാൻ. കാരണം താങ്കളുടെ സ്റ്റുഡൻ്റ് ആയിരുന്നപ്പോൾ ഞാൻ മരിച്ചു എന്നവൻ പറയുന്നു. അതുവരെ പറഞ്ഞ വാക്കുകളേക്കാൾ അവസാനം പറഞ്ഞത് മിസ്റ്റർ പാർക്കിനെ വിഷമിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം സങ്കടം കടിച്ചമർത്തി ആ ലെറ്റർ എടുക്കാൻ തുടങ്ങുന്നു. ഒപ്പിടല്ലേ സാർ എന്ന് പറഞ്ഞ് സോജിയോങ് ചാടി എണീച്ചെങ്കിലും ഇതിൽ ഇടപെടരുത് എന്ന് പറഞ്ഞ് സേഹോ അവളെ വിലക്കുന്നു. ആ സമയത്ത് ബോക്സു അവിടേക്ക് കയറി വന്ന് മിസ്റ്റർ പാർക്കിൻ്റെ കയ്യിൽ നിന്ന് ആ ലെറ്റർ പിടിച്ചു വാങ്ങി കീറിക്കളഞ്ഞിട്ട് സേഹയോടായി ഈ സ്കൂളിൻ്റെ ഉടമ നീയല്ല എന്ന് പറയുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഏതെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വേഗം തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടി അമർത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്.